إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله وكونوا عباد الله إخوانا സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ വഴിപ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുനിയാവിൽ ജാമ്യം നൽകപ്പെടുന്ന കാര്യങ്ങൾ, ഉറപ്പ് ലഭിക്കപ്പെടുന്ന കാര്യങ്ങൾ മനുഷ്യർക്കിടയിൽ വളരെ സ്വീകാര്യമാണ്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉൽപ്പന്നം, നമ്മൾ കൊടുക്കുന്ന വില, ആ വിലക്കനുഗുണമായ മൂല്യം അതിനുണ്ട് എന്ന് ഉറപ്പ് നൽകപ്പെട്ടാൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ പ്രയോഗങ്ങളിൽ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ സ്ഥിരപ്പെട്ടതുപോലെ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഉറപ്പ് ലഭിക്കപ്പെട്ടാൽ അത് ലഭിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളെക്കാൾ നമുക്കിടയിൽ സ്വീകാര്യതയുണ്ടാകും. അപ്പം ജാമ്യം ലഭിക്കുക, ഉറപ്പ് ലഭിക്കപ്പെടുക എന്നത് മനുഷ്യന്മാർക്കിടയിൽ അത് വളരെ സ്വീകാര്യയോഗ്യമായി പരിഗണിക്കുന്ന ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, നമുക്ക് ജാമ്യം നൽകുന്ന വ്യക്തി, നമുക്ക് ഉറപ്പ് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി അയാൾ സത്യസന്ധൻ മാത്രമാണെങ്കിലോ, വാക്കു പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാണെങ്കിലോ അതിനൊന്നുകൂടി മേന്മ കൂടും. നമുക്ക് ആ വിഷയത്തിൽ ഒന്നുകൂടി ഉറപ്പ് കൂടുതൽ ലഭിക്കും. ഇനി നമ്മൾ ആ ഉറപ്പും ഗ്യാരണ്ടിയും ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിന്, അതിനുവേണ്ടി നമ്മൾ പാലിക്കേണ്ടുന്ന നിബന്ധനകൾ അത് വളരെ ലളിതമാണെങ്കിലോ, നിഷ്പ്രയാസം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമാണെങ്കിലോ അതൊന്നുകൂടി സമ്പന്നമായി, ഒന്നുകൂടി ആകർഷണീയമായി. അതുകൊണ്ട് ലഭിക്കുന്ന സംഗതി അത് വളരെ അമൂല്യമായ, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആവശ്യകതയുള്ള ഒരു സംഗതിയാണെങ്കിൽ അതതിലേറെ വമ്പിച്ചതായി. സഹോദരങ്ങളെ, നമുക്ക് ജാമ്യം നിൽക്കുന്ന ആൾ, നമുക്ക് ഉറപ്പ് നൽകുന്ന വ്യക്തി, അസ്വാദിഖുൽ മസ്ദൂഖ്, സത്യം മാത്രം പറയുന്ന, ഒരിക്കൽ പോലും കളവ് പറയാത്ത,
സത്യപ്പെടുത്തേണ്ടവനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലോ അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന കാര്യം ഈ ദുനിയാവിലെ ഏതെങ്കിലും ചില്ലറയല്ല, ദുനിയാവ് മുഴുവനല്ല, ദുനിയാവും അതിലുള്ളതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ സുഖങ്ങൾ മാത്രം നിലനിൽക്കുന്ന ശാശ്വതമായ സ്വർഗമാണെങ്കിലോ സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ ഒടുക്കേണ്ടുന്ന കാര്യങ്ങൾ അതേത് മുസ്ലിമിനും, സമ്പന്നനും ദരിദ്രനും, സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും പ്രായമേറിയവർക്കും ഒരുപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്ന താരതമ്യേന ലളിതമായ കാര്യങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മഹത്തായ ഒരു ഹദീസ് മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ കേൾപ്പിച്ച ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ഇദ്മനൂ ലീ സിത്തം മിൻ അൻഫുസികും അദ്മൻ ലക്കുമുൽ ജന്ന. നിങ്ങൾ 6 കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പ് നൽകിയാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ജാമ്യം നൽകിയാൽ, അദ്മൻ ലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം, സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 6 കാര്യങ്ങൾ എണ്ണി പറയുന്നു. ഉസ്ദഖൂ ഇദാ ഹദ്ദസ്തും. ഒന്നാമതായി, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധത പാലിക്കുക, നിങ്ങൾ സത്യം മാത്രം ഉരുവിടുക. വഔഫു ഇദാ വഅദ്തും. രണ്ടാമതായി, നിങ്ങൾ വാക്കു പറഞ്ഞാൽ, വാഗ്ദത്തം നൽകിയാൽ ലംഘിക്കാതിരിക്കുക, വാക്ക് പാലിക്കുക. വഅദ്ദു ഇദാ തുമിൻതും. മൂന്നാമതായി, നിങ്ങൾ വിശ്വസിക്കപ്പെട്ടാൽ ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക, വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. നാലാമതായി, വഹ്ഫദൂ ഫുറൂജക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തുരക്ഷിക്കുക, നിങ്ങൾ പാതിവ്രത്യം കാത്തു സൂക്ഷിക്കുക. വഗുദ്ദു അബ്സാറക്കും. അഞ്ചാമതായി, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുക, നിങ്ങളുടെ കണ്ണുകളെ ഹറാമുകളിൽ നിന്ന് താഴ്ത്തിക്കളയുക. ആറാമതായി, വഖുഫു ഐദിയക്കും. നിങ്ങളുടെ കരങ്ങൾ അനാവശ്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുക. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് നൽകാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഉറപ്പ് നൽകാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ താരതമ്യേന ഏതൊരു മുസ്ലിമിനും ലളിതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നും മരണം വരെ അവന്റെ ജീവിതത്തിൽ പുലർത്താൻ സാധിക്കുന്ന നിസാരമായ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് നമുക്ക് ജാമ്യം നിന്ന 6 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് എളുപ്പമാക്കിയ ഇസ്ലാമിന്റെ ധാരാളം നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്ന മഹത്തായ 6 കാര്യങ്ങൾ. അല്ലാഹു പറഞ്ഞില്ലേ, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽമുത്തഖീന ഗൈറ ബഈദ്. സ്വർഗം അത് ഖിയാമത്ത് നാളിൽ പ്രദർശിപ്പിക്കപ്പെടും, സ്വർഗം കൊണ്ടുവരപ്പെടും, വിദൂരമല്ലാത്ത രൂപത്തിൽ. മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നാളെ ഖിയാമത്ത് നാളിൽ പ്രദർശിപ്പിക്കപ്പെടും. ആർക്കാണ് ആ സ്വർഗം ലഭിക്കുക? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനിലേക്ക് സദാ മടങ്ങുന്ന എല്ലാ മുസ്ലിമിനും ഉള്ളതാണത്. അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞിടത്ത് നിൽക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ പരിധികൾ ലംഘിക്കാതെ അല്ലാഹുവിന്റെ ദീനിന്റെ അതിരുകളിൽ നിൽക്കണം, അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കണം. സദാ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന കണ്ണും കാതും കൽബും നാവും ഹൃദയമുള്ളവരായി തീരണം. അവർക്കാണ് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. റഹ്മാനായ റബ്ബിനെ അദൃശ്യമായി ഭയപ്പെടണം, ആൾക്കൂട്ടത്തിലല്ല, നാലാളുകൾ കൂടുമ്പോഴത്തല്ല, ഏകാന്തതയിൽ തനിച്ചാകുന്ന വേളയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കാൻ സാധിക്കണം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതൊഴിച്ചു നിർത്താൻ സാധിക്കണം. വജാഅ ബിഖൽബിൻ മുനീബ്, അല്ലാഹുവിലേക്ക് കുറ്റമറ്റ ഹൃദയമായി തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട നന്മകൾ സ്വാംശീകരിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിനയാന്വിതമാകുന്ന അവനോടുള്ള ഭയവും പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവർ ഉദ്ഖുലൂഹാ ബിസലാം, അവരോട് പറയും നിങ്ങൾ സമാധാനത്തോടെ പ്രവേശിക്കുക, സലാമോടുകൂടി നിങ്ങൾ പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇന്ന് നിങ്ങൾ മരണമില്ലാതെ കാലാകാലം ശാശ്വതമായി ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയും. സഹോദരങ്ങളെ, ഇവർക്കാണ് സ്വർഗം ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ 6 കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്നാമതായി സംസാരത്തിൽ സത്യസന്ധത പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കണം. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത അത് എപ്പോഴും നന്മയിലേക്ക് നയിക്കും. വൽ ബിർ യഹ്ദി ഇലൽ ജന്ന, നന്മകൾ അത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വലാ യസാലു റജുലു യസ്ദുഖു വയതഹറ സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലുടനീളം സത്യസന്ധത മുറുകെ പിടിച്ചു, കൈപ്പേറിയ അനുഭവങ്ങൾ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നാലും, ജീവൻ ഭീഷണിയിലാകപ്പെടേണ്ടി വന്നാലും, സത്യസന്ധത മാത്രം മുറുകെ പിടിച്ച ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അവനെ സത്യസന്ധനെന്ന് രേഖപ്പെടുത്തപ്പെടും. അവൻ സത്യസന്ധനായി സിദ്ഖോടുകൂടി മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, സത്യസന്ധത പാലിക്കുക. ഇന്ന് ഈ ആധുനിക ലോകത്ത് മനുഷ്യർക്ക് തീരെ വിലയില്ലാത്ത പുല്ലുവില കൽപ്പിക്കുന്ന സംസാരത്തിൽ സത്യസന്ധത പാലിക്കുക എന്ന മഹത്തായ മൂല്യം വളരെയേറെ കൈമോശം വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നു, നിസാര കാര്യങ്ങൾക്ക് മക്കളുടെ മുമ്പിൽ കളവ് പറയുന്നു, തമാശക്ക് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നു, കള്ളം കൊണ്ട് കെട്ടിച്ചമക്കപ്പെട്ട ചിത്രീകരണങ്ങളും സിനിമയും നാടകവും അതിന്റെ പിന്നാലെ ആളുകൾ ജീവിതം ഒഴിഞ്ഞുവെച്ച് സമ്പാദിച്ച് തുലച്ച് നശിപ്പിച്ച് ആയുസ്സൊടുക്കുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു മുഅ്മിനിന്റെ അടിസ്ഥാന നിലവാരമായി, ഒരു മുസ്ലിമിന്റെ ഗുണമായി, ഒരു മുസ്ലിമിന്റെ മൂല്യമായി പഠിപ്പിച്ച സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ നന്യമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ആദ്യം നമ്മോട് ആവശ്യപ്പെട്ട കാര്യം അതാണ്. ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യസന്ധത പാലിക്കുക. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, വാഗ്ദത്തം നൽകിയാൽ, വാക്കു പറഞ്ഞാൽ അത് ലംഘിക്കാതിരിക്കുക. ഇതും ഇന്ന് സമൂഹത്തിൽ ആളുകൾ പുല്ലുവില കൽപ്പിക്കുന്ന മൂല്യമായി അധപ്പതിച്ചിരിക്കുന്നു. വാക്കു പറഞ്ഞാൽ ലംഘിക്കുക എന്നത് മുസ്ലിമിന്റെ ദിനചര്യയായി മാറിയിരിക്കുന്നു. വാക്കിനൊരു വിലയും കൽപ്പിക്കാത്ത, വാക്കു പറഞ്ഞാൽ അത് ലംഘിക്കുന്നിടത്ത് ഒരു പുഴുക്കുത്തു പോലും മനസ്സിൽ തോന്നാത്ത അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ പരസ്പരം വാക്ക് ലംഘിക്കുന്നതിൽ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു, വാക്ക് ലംഘിക്കാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ അടയാളമാണ്, ഒരു മുഅ്മിനിന്റെ അവനെ തിരിച്ചറിയാനുള്ള ലക്ഷണമാണ്. ഫഹും ലാ യഅരിഫൂന ഖുൽഫൻ ഫിൽ വുഊദി വലാ ലഖ്ന ലിൽ ഉഹൂദ്, മുസ്ലിമീങ്ങൾ അവർ വാക്ക് ലംഘിക്കുന്നവരായി അറിയപ്പെടുകയില്ല. മുഅ്മിനീങ്ങൾ അവർ കരാറ് പാലിക്കാത്തവരായി അവരെ നിങ്ങൾ അറിയുകയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെന്ന് മുഅ്മിനീങ്ങളെന്ന് സ്വയം വിശേഷിപ്പിച്ച് വാക്ക് ലംഘിക്കുന്നവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ മുഅ്മിനല്ല, അവർ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. സഹോദരങ്ങളെ, ഒരു മുസ്ലിം സമൂഹം അതിന്റെ യഥാർത്ഥ കെട്ടുറപ്പോടുകൂടി നിലനിൽക്കണമെങ്കിൽ അവർ വാക്കുപാലിക്കുന്നവരായിരിക്കണം, അവർ വാഗ്ദത്തം ലംഘിക്കാതിരിക്കുന്നവരായിരിക്കണം. സാമൂഹികമായ ബന്ധങ്ങൾ, കച്ചവട ബന്ധങ്ങൾ, ക്രയവിക്രയങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, ഉടമ്പടികൾ ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾ, മനുഷ്യന്മാർ അവർ വാക്കുപാലിക്കുന്നവരായി മാറണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കാതിരിക്കുക. അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടാൽ ആ വിഷയത്തിൽ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം.
രണ്ടു വ്യക്തികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അതല്ലെങ്കിൽ പരിഭ്രമത്തോടുകൂടി തങ്ങളുടെ സംസാരം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ആശങ്കയിൽ അയാളൊന്ന് അപ്പുറമോ ഇപ്പുറമോ നോക്കുന്നു. ഫഹാദിഹി ഹിയൽ അമാന. എങ്കിൽ ആ മനുഷ്യരും സംസാരിച്ച സംസാരം അദമാനത്താണ്. ഈ കേട്ട രണ്ടാമത്തെ വ്യക്തി ഒരാളോടും അത് മിണ്ടാൻ പാടില്ല. ഈ സംസാരിച്ച വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, ഞാൻ താങ്കളോട് പറയുന്ന ഒരു രഹസ്യമാണ്, ആരോടും മിണ്ടരുത്, ഇത് ഞാനും നിങ്ങളുമല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് രണ്ടാളും കൂടി സംസാരിക്കുമ്പോൾ ഈ സംസാരം മറ്റൊരാൾ കേൾക്കാൻ ഇടയാകുന്നുണ്ടോ എന്ന് മൂന്നാമത്തെ ഒരാളുടെ സാന്നിധ്യം അയാൾ അറിയുമ്പോൾ, അയാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കണമെന്നാണ്. അത് അമാനത്താണ്, മറ്റൊരാളോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രമേൽ വാക്കുകളിൽ വരെ അമാനത്ത് സൂക്ഷിക്കപ്പെടേണ്ടവരാണ് മുസ്ലിം, സൂചന കൊണ്ടുപോലും. എങ്കിൽ പിന്നെ മിണ്ടരുത്, മൂന്നാമതൊരാൾ അറിയരുത്, നമുക്കിടയിൽ ഇത് ഒതുങ്ങണമെന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കാതിരിക്കാൻ നമുക്കെന്തു ന്യായമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു മൻ അമിനഹു അന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. ഒരു മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ, മറ്റു മുഅ്മിനീങ്ങൾ അവരുടെ സമ്പത്തിലും അവരുടെ സ്വന്തം നഫ്സിലും ഇവനാൽ നിർഭയനാകുന്നുണ്ടോ എങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്ന് പറഞ്ഞാൽ അവന്റെ രഹസ്യ ജീവിതത്തിലോ അവന്റെ കുടുംബ ജീവിതത്തിലോ ഒരു മുഅ്മിനിനെ ബാധിക്കുന്ന വ്യക്തി ജീവിതത്തിലോ ഇവൻ കയറി ഇടപെടാതിരിക്കുക, അത് ആളുകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമാനത്തായി സൂക്ഷിക്കാൻ അയാൾ അതിന് ഉത്തരവാദപ്പെട്ടവനാണെങ്കിൽ ആ വിഷയത്തിൽ അവൻ അമാനത്ത് കാത്തു സൂക്ഷിക്കുക. ഇങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അഭിമാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ, സമ്പത്ത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ, ആളുകളുടെ ജീവൻ അത് യഥാവിധം സുരക്ഷിതമായി ഇസ്ലാം കൽപ്പിച്ച പവിത്രതയോടെ നിലനിൽക്കണമെങ്കിൽ, ആളുകളുടെ ആത്മബന്ധങ്ങൾ അത് സുദൃഢമാകണമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനീയങ്ങൾ അത് പരസ്പരം ഉലമാക്കൾ വിദ്യാർത്ഥികൾക്കും ആ വിദ്യാർത്ഥികൾ അവർ നിലകൊള്ളുന്ന പ്രബോധിത സമൂഹത്തിനും പരസ്പരം വിശ്വാസ്യതയോടെ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ എല്ലാം അമാനത്ത് എന്ന മഹത്തായ മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം, വിശ്വസിച്ചാൽ വഞ്ചിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫളൂ ഫുറൂജഹും. നിങ്ങൾ നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക, നിങ്ങൾ ചാരിത്രശുദ്ധി സംരക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധാരാളം ഹദീസുകളിലൂടെ ഒരു മുസ്ലിമിന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റി, അവന്റെ ലൈംഗിക വിശുദ്ധി അവൻ സംരക്ഷിക്കുന്നതിനെ പറ്റി ധാരാളം ഹദീസുകളിൽ അതിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മുഅ്മിനീങ്ങൾ അവരവരുടെ ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവരവരുടെ ആവശ്യം, ലൈംഗികമായ ആവശ്യം അവർ നിറവേറ്റുന്നത് അവർക്ക് അല്ലാഹു ഹലാലാക്കി നൽകിയ മാർഗത്തിൽ ഇണകളിലൂടെയും അതുപോലെ തന്നെ അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തുന്നവരിലൂടെയുമാണ്. ഫഇന്നഹും ഗൈറു മലൂമീൻ, എങ്കിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക്, അതിനപ്പുറത്ത് വ്യഭിചാരത്തിലൂടെയും അവിഹിത ബന്ധങ്ങളുടെയും വിവാഹേതര ബന്ധങ്ങളിലൂടെയും ആരെങ്കിലും തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാണ് അക്രമികൾ, അതിക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നു. മുഅ്മിനീങ്ങൾ ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി നമ്മെ ഉണർത്തുന്നു. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തിക്കൊള്ളട്ടെ. സഹോദരങ്ങളെ, ലൈംഗിക വിശുദ്ധി കാത്തുരക്ഷിക്കാൻ, നമ്മുടെ പാതിവത്രം സംരക്ഷിക്കപ്പെടാൻ അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക വിശുദ്ധി കൈമോശം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് നമ്മുടെ കണ്ണുകൾ എന്നത്. നമ്മുടെ കണ്ണുകൾ ഹറാമിൽ നിന്ന് താഴ്ത്തുക, അത് നേർക്കുനേരെ ഒരന്യ സ്ത്രീയെ ഹറാമായൊരു കാഴ്ചയിൽ നിന്ന് കണ്ണിനെ മറച്ചു വെക്കുന്നത് മാത്രമല്ല, നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ, നമ്മുടെ വിരൽത്തുമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദുനിയാവിന്റെ വിശാലതയിലൂടെ പൈശാചിക വൃത്തിയിലേക്ക് നമ്മെ നയിക്കപ്പെടുന്ന
ധാരാളം കാരണങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ ധാരാളം മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ പഴുതുകളുടെ എല്ലാം നമ്മുടെ കണ്ണുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ദൃഷ്ടികളെ താഴ്ത്തി ഹറാമുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കണം. മുൻഗാമികൾ ചിലർ പറഞ്ഞു, അൽ ഐനു മിർആത്തുൽ ഖൽബ്, കണ്ണ് എന്നത് ഹൃദയത്തിന്റെ കണ്ണാടിയാണ്. ഈ കണ്ണിലൂടെ നാം എന്ത് കാണുന്നുവോ അത് ഹൃദയത്തിൽ പ്രതിഫലിക്കും. കണ്ണ് ഹൃദയത്തിന്റെ റിഫ്ലക്ടറാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് എന്തെല്ലാം ഹറാമുകൾ ആസ്വദിച്ചിട്ടുണ്ടോ അത് നമ്മുടെ കൽബിനെ കേടുവരുത്തും, നമ്മുടെ ഹൃദയത്തെ മലീമസമാക്കും. അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഹൃദയം കുപ്പത്തൊട്ടിയായി മാറും. അതുകൊണ്ട് ഹൃദയം കേടാവുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് കണ്ണ് നശിക്കുക എന്നുള്ളത്. കണ്ണിന്റെ കാഴ്ച കട്ടമില്ലാതെ പരിധിയില്ലാതെ അഴിച്ചുവിടുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയുക നബിയെ, അവരുടെ ദൃഷ്ടികൾ, അവരുടെ കണ്ണുകൾ ഹറാമുകളിൽ നിന്ന് താഴ്ത്താൻ അവരോട് പറയുക നബിയെ. വയഹ്ഫദു ഫുറൂജഹും, അങ്ങനെ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ, അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ, ഹറാമിൽ നകറ്റാൻ അവരോട് പറയുക നബിയെ. അതുകൊണ്ട് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത് ലൈംഗിക വിശുദ്ധി പാലിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അടുത്ത ആയത്തിൽ അല്ലാഹു മുഅ്മിനത്തായ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് പറയാൻ വേണ്ടി പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തായ സ്ത്രീകളോടും പറയുക. അവർ മൂടുപടത്തിന് മറവിലാണെങ്കിലും ശരി, അവർ പൂർണ്ണ ഹിജാബിലാണെങ്കിലും ശരി, അവർ മറച്ചുവച്ച മുഖാവരണത്തിനിടയിലൂടെ വെളിവാകുന്ന അവർ ഇരു കൺകളുണ്ടല്ലോ, ആ കൺകളും താഴ്ത്തിക്കൊള്ളുക. യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗിക വിശുദ്ധിയെ അവരും പാലിക്കുക, അവരും കാത്തു രക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോടും കൽപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ദൃഷ്ടികൾ ഹറാമുകളിൽ നിന്ന് താഴ്ത്തുക. അതൊരന്യ പുരുഷനെ, അന്യ സ്ത്രീയെ നേർക്കുനേരെ കാണുമ്പോഴുള്ള ദൃഷ്ടി താഴ്ത്തലെന്ന് മാത്രം നമ്മൾ വിചാരിച്ചുകൂടാ. ജീവനില്ലാത്ത, നിർജീവമായ, സ്റ്റില്ലായ, അല്ലെങ്കിൽ ചലിക്കുന്ന ചുമർ പോസ്റ്ററായോ അതല്ലെങ്കിൽ സമൂഹത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളായോ നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ പ്രവഹിക്കുന്ന വീഡിയോകളിലായോ എന്തു ഹറാമുകളും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ദർശിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഹൃദയം നമ്മൾ പടയം വെക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ച സ്വർഗ്ഗം ഉറപ്പു നൽകുന്ന മഹത്തായ ഒരു മുഅ്മിനിന് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ലളിതമായി അവന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഈ മഹത്തായ കാര്യങ്ങൾ, മൂല്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉറപ്പു നൽകുന്ന ഒരു മുസ്ലിം അവൻ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് അവിടുന്ന് ജാമ്യം നൽകിയ 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. 6ാമത്തെ കാര്യമായി അവിടുന്ന് പറഞ്ഞു, കുഫു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. ഒരു നിലക്കും നമ്മൾ ഒരാൾക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസിൽ നമുക്കറിയാം, അവിടുന്ന് പറയുകയുണ്ടായി ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നിർവചനം, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്നാൽ മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരാണോ എങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. നമുക്കുറപ്പ്, നമ്മുടെ സ്വന്തം മനസ്സാക്ഷിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കണം, ഞാൻ എന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരു മുസ്ലിമിനെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാൾക്കും
എന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഉള്ള ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട് ഈ സദസ്സിൽ? വൽഇയാദു ബില്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ വാചകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഒരു മുസ്ലിം അവരെപ്പോഴും മറ്റു മുസ്ലിമീങ്ങൾക്ക് അവന്റെ വാക്കുകൊണ്ടും അവന്റെ നോട്ടം കൊണ്ടും അവന്റെ പെരുമാറ്റം കൊണ്ടും അവന്റെ ഇടപെടൽ കൊണ്ടും അവന്റെ പ്രാർത്ഥന കൊണ്ടും അവന്റെ അദൃശ്യത്തിൽ പോലും അവന് ഗുണം മാത്രം നൽകുന്നവനായിരിക്കണം. കണ്ടാൽ പുഞ്ചിരിക്കാൻ സാധിക്കണം, സലാം പറയാൻ സാധിക്കണം. അവനൊരു പ്രയാസം ബാധിച്ചാൽ അതെന്റെ ശരീരത്തിനൊരു പ്രയാസം ബാധിച്ചതുപോലെ തോന്നണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്കായി പഠിപ്പിച്ച 6 ബാധ്യതകൾ എണ്ണി പഠിച്ചവരാണ് നാം. അവൻ തുമ്മുന്നത് കേട്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്നവന് വേണ്ടി ദുആ ചെയ്യണം. രോഗിയായാൽ സന്ദർശിക്കണം. എവിടെ പോയി? ഇന്ന മഹത്തായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ. ഒരു മുസ്ലിം എന്നും നമ്മൾ കാണുന്ന, നമ്മുടെ മസ്ജിദിൽ വരുന്ന, നമ്മോട് തോളെടുത്ത് കാലെടുപ്പിച്ച് വെച്ച് നിന്ന് നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് രോഗിയായാൽ സന്ദർശിക്കാൻ പോലും, അവന്റെ സുഖവിവരം അന്വേഷിക്കാൻ പോലും നമുക്ക് മനസ്സ് വരുന്നില്ല. എന്താണ് കാരണം? അത്രമേൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യം, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഇണക്കം അതകന്നു പോയിരിക്കുന്നു. ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ എന്താണ് നമുക്ക് തടസ്സം? സ്വതക്കയാണത്. നീ ഒരു ചെല്ലിക്കാശ് പോലും, ഒരു നാണയത്തൊട്ട് പോലും ഒടുക്കേണ്ടി വരാത്ത നീ അവന് നൽകുന്ന മഹത്തായ സ്വതക്ക, നിനക്ക് സ്വതക്കയായി രേഖപ്പെടുത്തുന്ന മഹത്തായ ദാനധർമ്മം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഒരു നിലക്കും ചെയ്യാത്ത, അവരിൽ നിന്ന് ഉപകാരം മാത്രം ലഭിക്കുന്നവരായിത്തീരണമെന്ന് ഒരു മുസ്ലിമിന്റെ നിർവചനമായി നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ ളഹ്രി തരീഖിൻ. അയാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അയാൾ നടന്നു നീങ്ങവേ ആ വഴിയിൽ ഒരു മാർഗ തടസ്സമായി ഒരു മരച്ചില്ല, ഒരു മരത്തിന്റെ കമ്പ് തടസ്സം സൃഷ്ടിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഫഖാല വല്ലാഹി ല ഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ ലാ യുദീഹിം. അല്ലാഹു സത്യം, ഇത് മുസ്ലിമീങ്ങളെ, ഈ വഴിയിൽ നടക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ ഇതിവിടെ നിന്ന് നീക്കം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം സത്യം ചെയ്തു. ആ സംഗതി, ആ മാർഗതടസ്സം, ആ മരച്ചില്ല അവിടുന്ന് നീക്കം ചെയ്തു. ഫഉദ്ഖിലൽ ജന്ന. അത് കാരണമായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ നടക്കുന്ന വഴിയിൽ അവർക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു മരച്ചില്ല നീക്കിയത് ആ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെങ്കിൽ, മുസ്ലിമീങ്ങൾ അവരെ നാവുകൊണ്ടും കൈകൊണ്ടും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുക എന്നത് അതെത്രമേൽ കടുത്ത പാതകമാണ്, വൻ പാപങ്ങളിൽ എണ്ണപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അവന്റെ ഭാഗത്തു നിന്ന് ഉറപ്പു നൽകാൻ വേണ്ടി സ്വർഗം പകരം നമുക്ക് ജാമ്യം നിന്ന ഈ 6 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യസന്ധത പാലിക്കുക. വഔഫു ഇദാ വഅദ്തും. നിങ്ങൾ വാഗ്ദത്തം നൽകുകയാണെങ്കിൽ അത് പാലിക്കുക, വാക്ക് ലംഘിക്കാതിരിക്കുക. വഅദ്ദു ഇദാ തുമിൻതും. നിങ്ങൾ വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കാതിരിക്കുക, വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക. വഹ്ഫദു ഫുറൂജക്കും. നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി നിങ്ങൾ സംരക്ഷിക്കുക. വഗുദ്ദു അബ്സാറക്കും. അതിനു മുന്നോടിയായി ഹറാമുകളിൽ നിന്ന് നിങ്ങളുടെ ദൃഷ്ടികളെ, കണ്ണുകളെ നിങ്ങൾ താഴ്ത്തിക്കളയുക. വഖുഫു ഐദിയക്കും. നിങ്ങളുടെ കരങ്ങളെ മറ്റു മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.